മോഹനേഷ് സാറിനെ കണ്ടുപഠിക്കൂ. ഭാവിയിൽ അദ്ദേഹത്തെ പോലെ വലിയ ആളാകാൻ നോക്കൂ എന്ന്. ഒരു വില്ലേജ് ഓഫീസർ അത്ര വലിയ ആളാണോ? നിനക്ക് സംശയം ഉണ്ടാവും. കാരണം നീ ഇതുവരെ ഒരാവശ്യത്തിന് വില്ലേജ് ഓഫീസിൽ പോയിട്ടില്ലല്ലോ. വില്ലേജ് ഓഫീസിൽ ചെല്ലുന്നവർക്കാണ് വില്ലേജ് ഓഫീസറുടെ ആ വലിയ വില മനസ്സിലാവുന്നത്. അതില് വലിയ കാര്യമൊന്നുമില്ല മോനട്ടാ. ആശുപത്രിയിൽ ചെല്ലുന്നവർക്ക് ഡോക്ടർ ആയിരിക്കും വലിയ ആള്. പഞ്ചായത്ത് ഓഫീസിൽ ചെല്ലുമ്പോ പഞ്ചായത്ത് പ്രസിഡന്റും സെക്രട്ടറിയും വലിയ ആളാണ്. കോടതിയിൽ ജഡ്ജിയാണ് വലിയ പുള്ളി. ബസ്സിൽ കയറുമ്പോ ഡ്രൈവർ ആയിരിക്കും ഭയങ്കര സംഭവം. ശരിക്കും ദാഹിച്ച് റോഡിലൂടെ നടക്കുമ്പോൾ നാരങ്ങാവളം തരുന്ന പെട്ടിക്കടക്കാരനെയും നമുക്ക് ദൈവമായിട്ട് തോന്നാറില്ലേ? അത്രേ ഉള്ളു കാര്യം. ശരിക്കും ഈ സമാധാനം എന്ന വാക്കുകൊണ്ട് മോഹനേട്ടൻ എന്താണ് ഉദ്ദേശിക്കുന്നത്? ഭർത്താവിനെ ബഹുമാനിക്കുകയും അനുസരിക്കുകയും ചെയ്യേണ്ട ഒരു ഭാര്യ അയാൾ ധിക്കരിക്കുമ്പോ തീർത്തും ക്ഷമയോടെ അത് കണ്ടില്ല എന്നടിക്കുന്നതിനെയാണ് ഞാൻ സമാധാനം കൊണ്ട് അർത്ഥമാക്കുന്നത്. എങ്കിൽ സമാധാന പ്രേമിയായി ഈ ഭർത്താവ് ഒരു കാര്യം ചെയ്യും. അപ്പുറത്ത് പോയി കുറച്ചു നേരം പത്രത്തിലേക്ക് സമാധാനപരമായി നോക്കിയിരിക്കും. അപ്പോഴേക്കും ഞാൻ തേച്ച് വെച്ചേക്കാം. ഇല്ലെങ്കിൽ പകുതി തേച്ച ഷർട്ട് മുടി ഇട്ടുകൊണ്ട് പോകേണ്ടി വരും. ഞാനിതാ ഇപ്പം നിർത്തും. രാവിലെ എന്റെ സാറിനെ മര്യാദ പഠിപ്പിക്കാൻ ഈ ഒരൊറ്റ വഴിയുള്ളൂ. പക്ഷെ ഷർട്ട് തേച്ച് കിട്ടിക്കഴിയുമ്പോ സാറിന്റെ സ്വഭാവം മാറുമല്ലോ. അടുത്ത ആഴ്ച സ്കൂൾ തുറക്കല്ലേ? സഹദേവന്റെ 2 കുട്ടികളാ സ്കൂളിൽ പോകുന്നത്. യൂണിഫോമും പുസ്തകവും കുടയും എല്ലാം വാങ്ങാൻ എത്ര കാശുണ്ടാക്കണ്ടേ? ഞാനൊരു 5000 രൂപ കൊടുക്കാന്ന് പറഞ്ഞു. എന്തായാലും നിനക്ക് കൃത്യസമയത്ത് ഫീസ് കിട്ടിയല്ലോ. ഇനിയിപ്പോ വേറെ പൈസ ഉണ്ടല്ലോ. അയ്യടാ, എന്ത് നല്ല മനോഹരമായ സ്വപ്നം. ഈ പൈസ സഹദേവന് കൊടുക്കാമെന്ന് ഒരു പ്രതീക്ഷയും വേണ്ട സാറിന്. വിദ്യാലക്ഷ്മി 2 ആഴ്ച മുന്നേ ഒരു 1000 രൂപ ചോദിച്ചതാ. ഇതുവരെ എനിക്കത് കൊടുക്കാൻ പറ്റില്ല. ഇന്ന് തവക്ക് കൊടുക്കാന്ന് ഞാൻ പറഞ്ഞതാ. നീ കഷ്ടപ്പെട്ട് ജോലി ഉണ്ടാക്കുന്ന പൈസ വിദ്യാലക്ഷ്മി കൊടുക്കേണ്ട കാര്യം എന്താണ്? വിദ്യാലക്ഷ്മി നിന്റെ കൂടെ ജോലി ചെയ്യുന്നതല്ലേ ഉള്ളൂ. വിളിക്കാതിരിക്കായിരുന്നു. അപ്പോഴാണ് ഒരു കേസിന്റെ കാര്യം വന്നത്. അപ്പോഴിവിടെ വന്ന് വക്കീലിനെ കാണുകയും ചെയ്യാം, സാറിനോട് വിവരം പറയുകയും ചെയ്യാന്ന് കരുതി. പിന്നെ സാറേ, 5000 രൂപ ഞാൻ ഇന്നലെ തന്നെ സഹദേവ സാറിനെ കൊടുത്തായിരുന്നേ. വിളിച്ചായിരുന്നു. ഞാനപ്പോ സഹദേവനോട് പ്രത്യേകം പറഞ്ഞായിരുന്നു, ബാങ്കിന്ന് ഞാൻ എടുത്ത പൈസയാണ്, അത് 1 മാസത്തിനുള്ളിൽ ബാങ്കിൽ തിരിച്ചിടണമെന്ന്. അല്ല, സാറ് ഇന്നലെ എന്റെ കയ്യിൽ ഒരു 5000 രൂപ തന്നായിരുന്നു. താലൂക്ക് ഓഫീസിൽ സഹദേവ സാറിന്റെ കയ്യിൽ കൊടുക്കാൻ. സ്കൂളൊക്കെ തുറക്കുന്ന സമയമല്ലേ? സഹദേവ സാറിനാണെന്നുണ്ടെങ്കിൽ സ്കൂളിൽ പോകുന്ന കുട്ടികൾ 2 എണ്ണം ഉണ്ട്. ഒരുപാട് ചെലവാണ് അല്ലേ സാറേ? ഉത്തമനങ്ങനെ ഭാരപ്പെട്ടു കൂടാതെ എടുക്കുന്ന മോഷണം തന്നെയാണ്. അത് മോഹനേട്ടനായാലും എന്റെ അച്ഛനായാലും മോഷണമാണ്. ഞാൻ പോലീസ് പരാതിപ്പെട്ടിട്ടുണ്ടെങ്കിൽ മോഹനേട്ടൻ അകത്ത് പോകുന്നു മാത്രമല്ല, ഭാര്യയുടെ പണം മോഷ്ടിച്ച കേസിൽ വില്ലേജ് ഓഫീസിൽ അറസ്റ്റില്ലേ എന്ന് പത്രത്തിൽ വാർത്ത വരികയും ചെയ്യും. എനിക്കറിയാം മോഹനേട്ടന്റെ ധൈര്യം എന്താന്ന്. ഞാൻ കേസ് കൊടുക്കില്ല, എനിക്ക് പരാതി പറയാൻ വേറെ ആരുമില്ല എന്നൊക്കെയല്ലേ. ഒരു പെണ്ണിന്റെ നിസ്സഹായാവസ്ഥ ചൂഷണം ചെയ്യുന്നത് വൃത്തിയാണ് മോഹനേട്ടാ. സഹദേവന്റെ കുട്ടികളുടെ വിദ്യാഭ്യാസ കാര്യത്തിൽ എന്തൊരു ഉത്കണ്ഠയാ മോഹനേട്ടന്. അതിന് പകുതി ആത്മാർത്ഥത എന്നോട് കാണിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ എന്തൊരു സന്തോഷമാവുമായിരുന്നു എനിക്ക്. എന്റെ ഈശ്വരാ, ഇതെന്റെ പേഴ്സല്ലേ? ഇതെവിടുന്ന് കിട്ടി? സത്യം പറ, ഇതെങ്ങനെ നിങ്ങളുടെ കയ്യിൽ വന്നത്? മോഹനേട്ടാ, ഇതെന്റെ പേഴ്സ് തന്നെയാ. പൈസ ഇതിനകത്ത് പൈസയുണ്ട്. ഇതെന്റെ കടയുടെ മുമ്പിൽ കടന്ന് കിട്ടിയതാ. കടയുടെ മുന്നിലോ? നമ്മുടെ കട എവിടെയാ? ബസ് സ്റ്റാൻഡിന്റെ പുറത്ത്, ആ പെട്രോൾ പമ്പിന്റെ അടുത്ത്. മോഹനേട്ടാ, ഞാൻ ഇന്നലെ പെട്രോൾ പമ്പിന്റെ അടുത്തുള്ള വിജയന്റെ പച്ചക്കറി കട കയറിയിരുന്നു. അവിടെ കൊടുക്കാൻ ബാഗിൽ നിന്ന് പൈസ എടുത്തപ്പോ ഇത് വീണുപോയതാവും. അതിന് പകരമായിട്ട് ഞാൻ എന്താ ചെയ്യേണ്ടത്? സാർ എനിക്ക് ഇത് ഉപകാരം വെച്ച് നോക്കുമ്പോ ഇതൊക്കെ എന്ത് ഉപകാരം? എനിക്കൊന്നും വേണ്ട, ഞാൻ മറ്റേ സാർ. ശരി. ഭാര്യയുടെ പണം മോഷ്ടിച്ച് സുഹൃത്തിന് കൊടുത്ത കാപാലികനായ വില്ലേജ് ഓഫീസർ അറസ്റ്റിൽ. പത്രത്തിൽ അങ്ങനെ ഒരു വാർത്ത വന്നാലോ? അങ്ങനെ ഒരു വാർത്ത വരില്ലല്ലോ. സ്വന്തം പണം സൂക്ഷിക്കാതെ വഴിയിൽ കളഞ്ഞ ഭാര്യയെ ഭർത്താവ് ഡൈവോഴ്സ് ചെയ്തു എന്നായാലോ? അങ്ങനെയും അല്ല. സ്വന്തം പണം സൂക്ഷിക്കാൻ അറിയാതെ വഴി കളഞ്ഞിട്ട് ആ പണം ഭർത്താവ് എടുത്ത് സുഹൃത്തിന് കൊടുത്തു എന്ന ആരോപണം ഉന്നയിച്ച ഭാര്യയോട്